എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ക്ലീനിങ് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലെ സിങ്കൊക്കെ മാക്സിമം ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് പല കെമിക്കൽസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സിങ്കൊക്കെ നല്ല പോലെ വെട്ടിത്തിളങ്ങും. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മുടെ ചെറുനാരങ്ങയാണ്. അപ്പോൾ ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ചെറുനാരങ്ങ മാത്രമല്ല കേട്ടോ, ചെറുനാരങ്ങയുടെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ രണ്ടായി മുറിച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് എടുത്തിരിക്കുന്നത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് മെയിനായിട്ട് ക്ലീനിങ് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തീരാറായി. അപ്പോൾ അത് ഞാൻ നമ്മുടെ ചെറുനാരങ്ങയുടെ മുകളിലായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കോൾഗേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏത് പേസ്റ്റ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ കോൾഗേറ്റാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. കോൾഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിലൊന്നാണ് ഈ സിങ്ക്. അപ്പോൾ ഞാൻ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ പേസ്റ്റും ചെറുനാരങ്ങയും കൂടി തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുനാരങ്ങയിലുള്ള ആസിഡിൻ്റെ ഒരു പവറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോൾഗേറ്റ് പേസ്റ്റിലുള്ള പവറും എല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ സിങ്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും. അപ്പം ഞാൻ ഒരു പകുതി ചെറുനാരങ്ങ ഉപയോഗിച്ച് കുറച്ച് ഭാഗമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആകെ ഫുൾ തീർന്നു. ഇനി നമുക്ക് മറ്റേ പകുതിയും കൂടെ പേസ്റ്റ് തേച്ച് ഇത് വെച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ എൻ്റെ സിങ്ക് കുറച്ച് വലുതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കേണ്ടി വന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങ ഉപയോഗിച്ച് തന്നെ നമുക്ക് സിങ്ക് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ചെറുനാരങ്ങയും പേസ്റ്റും കൂടിയുള്ള ആ മിക്സ് തേച്ച് കൊടുക്കുക. ചെറുനാരങ്ങ നീരിൽ നമ്മുടെ പേസ്റ്റ് മിക്സ് ചെയ്ത് തേച്ചാലും മതി. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ സിങ്കൊക്കെ നല്ല പോലെ ക്ലീൻ ആവും. അത്യാവശ്യം നല്ലൊരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സിങ്ക് ക്ലീനർ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ തീർന്നതാണെങ്കിൽ, അതായത് നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് ബാക്കി വരുന്ന അതിൻ്റെ തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഒന്നും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതുപോലുള്ള ക്ലീനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ച് നമുക്ക് സിങ്കിൻ്റെ ടാപ്പുകളും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ അഴുക്കോ പൂപ്പലോ പായലോ ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ചെറുനാരങ്ങയും കോൾഗേറ്റും കൂടിയുള്ള മിക്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ സിങ്കും ടാപ്പും എല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. അതിലുള്ള പായലും പൂപ്പലും എല്ലാം നല്ല പോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.